ഒരു വർഷത്തിലേറെയായി ഇന്ത്യക്കായി 2020 മത്സരം കളിക്കാത്ത ശുഭ്മൻ ഗിൽ ഏഷ്യ കപ്പ് ടീമിലേക്ക് മടങ്ങി വരുന്നു. അതും കൃത്യമായ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ടീം ലൈനപ്പ് ഉള്ളപ്പോൾ. ഗില്ലിന് വേണ്ടി ടീം ലൈനപ്പ് അട്ടിമറിക്കാൻ പോലും BCCI ഒരുക്കമാണ്. ശ്രേയസ് അയ്യരെ പോലെ ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും പ്രാപ്തി തെളിയിച്ചവർ പുറത്തു നിൽക്കുന്നു. എന്താണ് ഇങ്ങനെയെന്ന ചോദ്യം തീർച്ചയായും ഉയരുന്നുണ്ടാകും. ഇതിന് പിന്നിൽ കളിക്കളത്തിനപ്പുറത്തുള്ള കളികൾ കൂടി ഉണ്ടാകുമോ? പരിശോധിക്കാം. ഗിൽ ഒരു മികച്ച ബാറ്ററാണെന്നതിൽ ആർക്കും തർക്കമില്ല. അറിഞ്ഞോ അറിയാതെയോ വന്നതു മുതൽ തന്നെ ഒരു ഭാവി സൂപ്പർ താരമെന്ന പദവി ഗിൽ പേറുന്നുമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിനാണെങ്കിൽ ഒരു സൂപ്പർ താരത്തെ ആവശ്യമുണ്ട് എന്നതാണ് സത്യം. ഒരു കാലത്ത് ഗവാസ്കർ ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ബ്രാൻഡ്. പിന്നീട് അത് കപിൽ ദേവായി. സച്ചിൻ്റെ വരവോടെ അത് പുതിയ ഉയരത്തിലെത്തി. ധോണിയും കോഹ്ലിയും അതേ പാതയിൽ സൂപ്പർ ബ്രാൻഡുകളായി വളർന്നു. കളിക്കളത്തിലെ പെർഫോമൻസിനൊപ്പം തന്നെ ക്രിക്കറ്റ് എന്ന ബ്രാൻഡിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളേഴ്സായും അവർ മാറി. കളത്തിലെ പെർഫോമൻസിനും ബ്രാൻഡിങ്ങിനും അപ്പുറം ഒരു ക്രിക്കറ്റ് ഹീറോയെ പൂജിക്കാൻ ഇന്ത്യൻ കാണികൾക്കും ഇഷ്ടമാണ്. കോഹ്ലിയും രോഹിതും വിരമിക്കുന്നതോടെ ആര് എന്ന വലിയ ചോദ്യം ബാക്കിയുണ്ട്. കോഹ്ലിയും രോഹിതും പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റിനും അവരില്ലാത്ത ടൂർണമെൻറ്റിനുമുള്ള ഗ്ലാമർ നാം കാണുന്നതാണ്. IPLൽ ധോണി ബാറ്റ് ചെയ്യുമ്പോൾ മാത്രം വ്യൂവർഷിപ്പ് മാബിനികൾ ഉയർന്നു നിൽക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. പോയ ഏകദിന ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോഴും ഇതേ മൊമെൻറ്റുകൾ നാം കണ്ടു. കൂടാതെ ഒരു ടൂർണമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പിനെയും ടിക്കറ്റ് വിൽപ്പനയുമെല്ലാം സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം സ്വാധീനിക്കാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ 2020 ബോർഡർ ഗവാസ്കർ ട്രോഫി. ഭാര്യയുടെ ഡെലിവറി സമയമായതിനാൽ ആദ്യ ടെസ്റ്റിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന കോഹ്ലിക്ക് BCCI അനുമതി നൽകി. അന്ന് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സംപ്രേക്ഷണാവകാശം ചാനൽ 7നും ഏകദിന 2020 പരമ്പരയ്ക്കുള്ള അവകാശം ഫോക്സ് സ്പോർട്സിനുമായിരുന്നു. ഡേ നൈറ്റായി നടക്കുന്ന ആദ്യ ടെസ്റ്റ് ഇരുകൂട്ടരും സംപ്രേക്ഷണം ചെയ്യുമെന്നതായിരുന്നു ഡീൽ. എന്നാൽ ഏകദിനങ്ങളും 2020യും ആദ്യ ടെസ്റ്റ് മാത്രം കളിച്ച് കോഹ്ലി മടങ്ങിയതോടെ ചാനൽ 7 കനത്ത നഷ്ടം മുന്നിൽ കണ്ടു. ഫോക്സ് സ്പോർട്സിനാണെങ്കിൽ കോഹ്ലിയുള്ള മത്സരങ്ങളുടെയെല്ലാം കവറേജ് കിട്ടുകയും ചെയ്തു. ഇതിനെ ചൊല്ലി ചാനൽ 7നും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും തമ്മിൽ പ്രശ്നങ്ങൾ വരെ രൂപപ്പെട്ടു. ഇത് ക്രിക്കറ്റിലെ മാത്രം കാര്യമല്ല. മെസ്സിയോ റൊണാൾഡോയോ കളിക്കുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ വരുമാനവും വ്യൂവർഷിപ്പും അവരില്ലാത്തതും തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്കറിയാം. ഇതേ ലോജിക് തന്നെയാണ് ക്രിക്കറ്റിൽ പ്രവർത്തിക്കുന്നത്. കോഹ്ലിയും രോഹിതും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും പൊടുന്നനെ വിരമിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ സംപ്രേഷണാവകാശം ഏറ്റെടുത്ത സോണിയുടെ ചങ്കിടിച്ചിരുന്നു. പക്ഷേ ടെസ്റ്റ് പരമ്പര പ്രതീക്ഷിച്ചതിലും മുകളിലുള്ള ആവേശം വിതറിയപ്പോൾ വ്യൂവർഷിപ്പിൽ പുതിയ റെക്കോർഡിടുന്നതും നാം കണ്ടു. കളിക്കളത്തിലെ പെർഫോമൻസിനൊപ്പം തന്നെ കോഹ്ലി രോഹിത് ബ്രാൻഡ് വാല്യൂ നികത്താൻ പോന്ന ദീർഘകാല പദ്ധതി കൂടിയായിരുന്നു ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി എന്ന് വിലയിരുത്താം. ഗില്ലും ഇന്ത്യൻ സംഘവും നന്നായി കളിച്ചതോടെ BCCIയുടെ ആ തീരുമാനം സക്സസ്ഫുള്ളായി മാറുകയും ചെയ്തു. പരമ്പരയ്ക്ക് മുമ്പ് തന്നെ ഗില്ലിനെ MRF തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ചിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്ക് ശേഷം ഗില്ലിൻ്റെ ബ്രാൻഡ് വാല്യൂ 30 മുതൽ 40% വരെ ഉയർന്നതായി സീനിയർ സ്പോർട്സ് ജേർണലിസ്റ്റായ നീരജ് ദാ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. മുമ്പ് മാസത്തിൽ 3-4 ബ്രാൻഡുകളാണ് ഗില്ലിനെ സമീപിച്ചിരുന്നതെങ്കിൽ അത് 10-15 ആയി വളർന്നുവെന്നാണ് പുതിയ കണക്കുകൾ. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 19-നാണ്. എന്നാൽ ഓഗസ്റ്റ് 13-ന് പ്രത്യുഷ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കുറിച്ച ലേഖനത്തിൽ ഗില്ലിനെ 2020 ക്യാപ്റ്റനാക്കിയാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നാണ് പറയുന്നത്. പുതിയ ജനറേഷനെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കാനും ബ്രാൻഡ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുമായി ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തുമോ എന്ന് നോക്കാമെന്നാണ് അദ്ദേഹം പ്രവചന സ്വഭാവത്തിൽ പറയുന്നത്. പ്രവചനം പോലെ ഗിൽ വൈസ് ക്യാപ്റ്റനായി തന്നെ ടീമിൽ ഇടം പിടിക്കുന്നതും നാം കണ്ടു. പ്രായം 38 മിനിറ്റ് രോഹിത് ശർമ്മ ഏകദിന ക്യാപ്റ്റനായി എത്ര കാലം ഇനി ബാക്കിയുണ്ടാകുമെന്ന ചോദ്യമുണ്ട്. രോഹിതിന് പകരക്കാരൻ ആരെന്ന ചോദ്യത്തിന് മുന്നിലുള്ള ഉത്തരം ശുഭ്മൻ ഗിൽ അല്ലെങ്കിൽ ശ്രേയസ് അയ്യർ എന്നാണ്. പുതിയ കാലത്തെ ക്രിക്കറ്റ് കലണ്ടറിന് വ്യത്യസ്ത ക്യാപ്റ്റന്മാരാണ് നല്ലത് എന്നതുകൊണ്ട് കൂടിയാണിത്. മിക്കവാറും അന്താരാഷ്ട്ര ടീമുകളും വ്യത്യസ്ത ക്യാപ്റ്റന്മാരെയാണ് ഇപ്പോൾ നിയോഗിക്കുന്നത്. പക്ഷേ രോഹിത് എത്ര കാലം കളത്തിൽ തുടരുമെന്നനുസരിച്ച് കൂടിയാകും ഈ തീരുമാനം. ഇതൊന്നും ഒരു തെറ്റാണെന്നോ ശുഭ്മൻ ഗിൽ ബ്രാൻഡിൻ്റെ ബലത്തിലാണ് ഇന്ത്യൻ ടീമിൽ നിലനിൽക്കുന്നത് എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. ഒരു വിഷയത്തിലെ വ്യത്യസ്തമായ മറ്റൊരു വ്യൂ പോയിന്റ് പറഞ്ഞു എന്ന് മാത്രം.